പൗരത്വ പ്രക്ഷോഭ കേസിൽ UAP ചുമത്തി ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിന് ദിനംപ്രതി അന്താരാഷ്ട്ര പിന്തുണ ഏറി വരുന്നതായാണ് ഇക്കഴിഞ്ഞ വാരം സാക്ഷ്യം വഹിച്ചത്. ആദ്യം ന്യൂയോർക്ക് മേയറായ മംദാനി ഉമറിന് അയച്ച കത്താണ് പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ US കോൺഗ്രസിലെ അംഗങ്ങൾ തന്നെ ഉമറിനെ മോചിപ്പിക്കണമെന്ന ആവശ്യമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ അമേരിക്കൻ അംബാസിഡർ വിനയ് കൊത്വയ്ക്ക് കൈമാറിയ കത്തിൽ വിചാരണ കൂടാതെ ഉമർ ഖാലിദ് 5 വർഷത്തിലേറെയായി ജയിലിലാണെന്ന കാര്യം ഗുരുതരമായ ആശങ്ക സൃഷ്ടിക്കുന്നുവെന്നാണ് പറഞ്ഞു വെക്കുന്നത്. UAP നിയമപ്രകാരം ജാമ്യം നിഷേധിച്ചാണ് ഉമറിനെ നീണ്ടകാലം തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്. ഇത് നിയമത്തിന് മുന്നിലെ സമത്വം, നിയമാനുസൃതമായ നടപടിക്രമം, ആനുപാതികത തുടങ്ങിയ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ്. ഇതിനെക്കുറിച്ച് സ്വതന്ത്ര മനുഷ്യാവകാശ വിദഗ്ധർ നൽകിയ മുന്നറിയിപ്പ് അവഗണിക്കരുത്. യുക്തിസഹമായ സമയത്തിനുള്ളിൽ വിചാരണ ലഭിക്കുകയോ അല്ലെങ്കിൽ മോചിതമാകാനുള്ള അവകാശവും ഉമറിനുണ്ടെന്നും കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധിയാണെന്ന നിയമസിദ്ധാന്തം ഇന്ത്യ ഉറപ്പാക്കണമെന്നും കത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം ഉമർ ഖാലിദിനും സഹപ്രതികൾക്കുമെതിരായ നടപടികളിൽ അന്താരാഷ്ട്ര നീതിന്യായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കാനും MP-മാർ കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഇന്ത്യൻ ജയിലുകളും കോടതികളും എത്രത്തോളം പൗരാവകാശത്തെ ഉയർത്തിപ്പിടിക്കുന്നുവെന്ന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആശങ്ക കൂടിയാണ് തുറന്നു കാണിക്കുന്നത്. ഇതിനു മുമ്പ് ന്യൂയോർക്ക് മേയറായ സൊഹ്റാൻ മംദാനി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന്റെ അന്നും ഉമർ ഖാലിദിന് എഴുതിയ കത്തും പുറത്തു വന്നിരുന്നു. വളരെ വൈകാരികമായിരുന്നു ആ കത്ത്. അത് ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട ഉമർ, കൈപ്പേറിയ അനുഭവങ്ങൾ ഒരാളെ പൂർണ്ണമായും കീഴടക്കാൻ അനുവദിക്കരുതെന്ന നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾ പലപ്പോഴും ഓർക്കാറുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ചിന്തയിൽ നീയുണ്ട് ഉമർ എന്നായിരുന്നു ആ കത്ത്. ഈ കത്തിന് പിന്നാലെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ മംദാനിക്കെതിരെ BJPയും രംഗത്ത് വന്നിരിക്കുകയാണ്. ന്യൂയോർക്ക് മേയർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്നാണ് BJPയുടെ പ്രധാനപ്പെട്ട ആരോപണം. പാർട്ടി ആസ്ഥാനത്ത് നടന്ന പത്രസമ്മേളനത്തിൽ BJP വക്താവ് ഗൗരവ് ഭാട്ടിയയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: നമ്മുടെ ജനാധിപത്യത്തെയും നീതിന്യായ വ്യവസ്ഥയെയും കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഈ പുറത്തുള്ളയാൾ ആരാണ്? അതും ഇന്ത്യയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ പിന്തുണയ്ക്കുന്നു. ഇത് ന്യായമല്ല. ഇത്തരം നടപടികൾ ഇന്ത്യ വെച്ചു പൊറപ്പിക്കില്ലെന്നാണ് ഗൗരവ് ഭാട്ടിയ പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു BJP നേതാവായ പ്രദീപ് ഭണ്ഡാരിയ പറഞ്ഞത് ഇതിന് പിന്നിൽ രാഹുൽ ഗാന്ധിയാണെന്നാണ്. അമേരിക്കൻ MP-യായ ഷക്കോസ്കിക്കൊപ്പം രാഹുൽ ഗാന്ധി നിൽക്കുന്ന ചിത്രവും ഇതോടൊപ്പം BJP പുറത്തുവിട്ടിട്ടുണ്ട്. എപ്പോഴെല്ലാം വിദേശത്ത് ഇന്ത്യ വിരുദ്ധ നീക്കം ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം രാഹുൽ ഗാന്ധിയുടെ പങ്കും വ്യക്തമാകുന്നുണ്ടെന്നാണ് BJP പറഞ്ഞു വെക്കുന്നതും. ഇവിടെ BJP വക്താവും നേതാവുമൊക്കെ ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന പുറത്തുള്ള ഒരാൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ടി വരുന്നത്? യാതൊരു നിയമസാധ്യതയുമില്ലാതെ ഒരാളെ അനാവശ്യമായി ജയിലിൽ ഇട്ടതുകൊണ്ടല്ലേ? എന്തുകൊണ്ടാണ് ആ വിഷയത്തെ നിങ്ങൾ ഇതുവരെയും അഡ്രസ് ചെയ്യാതെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യന്മാർക്കെതിരെ വെറുപ്പ് പടർത്തുന്നത്? ഉത്തരമുണ്ടാകില്ലെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും നന്നായി അറിയാം. എന്നാലും വെറുതെ ചോദിച്ചു എന്ന് മാത്രം. ഫാസിസത്തിനെതിരെ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് അത് മാത്രമാണല്ലോ. മംദാനി നേരത്തെ ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലി അംഗമായിരുന്ന കാലത്തും ഉമർ ഖാലിദിന്റെ തടവ് നീളുന്നതിനെതിരെ പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട്. മോദിയുടെ മൈ ഫ്രണ്ട് ട്രംപിന്റെ നാട്ടിൽ നിന്ന് തന്നെ ഇന്ത്യൻ അടിസ്ഥാന ജനതയുടെ പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിച്ച ഉമർ ഖാലിദിന് ലഭിക്കുന്ന പിന്തുണ ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്.